ശബരിമല സ്വർണ്ണക്കൊള്ള വൻ ഗൂഢാലോചന തന്നെയാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് കുപ്രസിദ്ധ മോഷ്ടാവായിട്ടുള്ള സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷന് സമാനമായിട്ടുള്ള ഓപ്പറേഷനുകളാണ് ശബരിമലയിൽ നടന്നത് എന്നുള്ളതാണ്. ക്ഷേത്രകലാവസ്തുക്കൾ എങ്ങനെയാണോ മോഷ്ടിക്കപ്പെടുന്നത് ഈ രാജ്യാന്തര കുറ്റവാളികൾ, അത്തരത്തിലുള്ള ഒരു മോഷണ പരമ്പര, ഒരു മോഷണ സാഹചര്യമാണ് ശബരിമലയിൽ ഒരുക്കിയെടുത്തത് എന്നും അതിനകത്ത് വലിയ ഗൂഢാലോചന നടന്നു എന്നുമാണ് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയിലേക്ക് പോയതിന് പിന്നിൽ 2018 മുതൽ ഇങ്ങോട്ടുള്ള കാലയളവിൽ ഇവിടെ ഭരിച്ചിരുന്നവർ ആരൊക്കെയാണോ അവരുടെയൊക്കെ പേരിൽ സംശയത്തിന്റെ നിഴലുകളുണ്ട്. അവരെല്ലാവരും, അതായത് 2018 മുതൽ ഇങ്ങോട്ടുള്ളവരടുത്ത് ശാസ്ത്രീയപരമായിട്ടുള്ള അന്വേഷണം അടക്കം നടത്തേണ്ടതുണ്ട് എന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ രാവിലെ ഏതെങ്കിലും ഒരു മാധ്യമം ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ് സഖാക്കന്മാരുടെ പേര് എന്ന് പറഞ്ഞ ആരും മാധ്യമങ്ങളുടെ നെഞ്ചിൽ കയറി പൊങ്കാലയിടാൻ പോകണ്ട. പകരം ഇത് ഹൈക്കോടതിയുടെ വെളിപ്പെടുത്തലാണ്, ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല, കോടതിയിൽ നിന്നുള്ള ഉത്തരവുകൾ വന്നിട്ട് പോലും ഈ ഭരിച്ചിരുന്ന കാലയളവുകളിൽ ഇതിനകത്ത് ഉണ്ടായിരുന്നവർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെമ്പർമാർ, പ്രസിഡന്റ്, ദേവസ്വം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ, ദേവസ്വം വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ എന്ത് സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി. വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന് ഹൈക്കോടതി പറയുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർ നമുക്കറിയാം. ഈ 2018-19 കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നവർ CPM-മായി ബന്ധപ്പെട്ടിട്ട് CPM-ന്റെ അണിയറയിൽ ഉണ്ടായിരുന്ന സഖാക്കൾ തന്നെയാണ് അവിടെ അന്ന് ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡിന്റെ മെമ്പർമാരായിട്ടുള്ളവരും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ളവരും ഒക്കെ ആ വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെയാണ് എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ അറസ്റ്റിലാകപ്പെടുമ്പോൾ എല്ലാവരും സഖാക്കന്മാരാണ്, എല്ലാവരും CPM-ന്റെ മുഖമുള്ളവരാണ് എന്ന് പറയപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയം എന്താണ് എന്ന് ആർക്കും അറിയില്ലെങ്കിൽ കൂടിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത് സഖാക്കന്മാരുമായിട്ടായിരുന്നു കൂടുതൽ എന്നുള്ളതാണ്. മറ്റൊന്ന് മുരാരി ബാബുവാണ്. മുരാരി ബാബു ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ്സുകാരനായിരുന്നുവെങ്കിലും പിന്നെ CPM-ന്റെ സംഘടനയിൽ, തൊഴിലാളി സംഘടനയുടെ അംഗമായി, വലിയ പ്രവർത്തകനായി, ഖദർ മാറ്റി സഖാവായ ആളാണ് ഈ മുരാരി ബാബു എന്ന് പറയുന്നത്. അതിനുശേഷം D. സുധീഷ് കുമാർ അടൂരിലെ ബ്രാഞ്ച് സെക്രട്ടറി ആകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി പരാജയപ്പെട്ടുപോയി CPM-ന്റെ അംഗവും അണിയുമായി ഇന്നും പിണറായിയുടെ വിനീത വിധേയനായി നിൽക്കുന്ന കക്ഷിയാണ് D. സുധീഷ് കുമാർ എന്നത്. ശബരിമലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. ഇനി മറ്റൊന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആൾ കൂടിയായിരുന്നു, CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്. അതിനുശേഷം ജുഡീഷ്യൽ പദവികളിലേക്ക് എത്തപ്പെടുന്നു, കമ്മീഷണറാകുന്നു. കമ്മീഷണറായിരുന്ന കാലഘട്ടത്തിൽ സ്ത്രീ പ്രവേശന ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. അതിൻ്റെ ആ ഒരു ഉപകാര സ്മരണയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വാസു കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് പെൻഷൻ പറ്റി അടുത്ത ദിവസം ഈ പറയുന്ന പോലെ അടുത്ത കാലയളവിനുള്ളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി മാറുന്നു. അവിടെയൊക്കെ പിണറായി വിജയൻ കൈമൈ അയഞ്ഞ് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സഖാക്കന്മാരെ എല്ലാം. അപ്പോൾ ഇനിയുള്ളത് 2024-25 കാലഘട്ടത്തിലും ഇവിടെ നടന്നത് കൊള്ള തന്നെയാണ് എന്ന് കോടതി നിരീക്ഷിച്ചപ്പോൾ അന്നുള്ള പ്രസിഡന്റ് PS പ്രശാന്താണ്. അപ്പൊ PS പ്രശാന്ത് അടക്കമുള്ളവരിലേക്ക് സംശയത്തിന്റെ നിഴൽ നീളുമ്പോൾ PS പ്രശാന്തിനെ ഇനിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്രസിഡന്റായിട്ട് നിയമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് CPM പാർട്ടിയും ഈ സർക്കാരുമാണ്. ഇനിയും അങ്ങനെ കൊണ്ടുപോകാനാണ് ലക്ഷ്യമെങ്കിൽ ഈ സർക്കാരിന്റെ ഭാവി എന്ന് പറയപ്പെടുന്ന വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ PS പ്രശാന്തം ഉണ്ട് എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത. സംശയ നിഴലിലാണ് ഈ PS പ്രശാന്ത്. അതുകൊണ്ട് തന്നെ സംശയ നിഴലിലായിട്ടുള്ള PS പ്രശാന്തിനെ ഒന്നുകിൽ ഇനി മുന്നോട്ട് പോകാതിരിക്കുക, രാജിവെച്ചൊഴിയുക, ഇല്ലെങ്കിൽ സർക്കാർ രാജിവയ്പ്പിക്കുക. ഇത് 2 വഴിയേ ഉള്ളൂ ഇവരുടെ ഈ സർക്കാരിന്റെ മുമ്പിൽ. ഇല്ലെങ്കിൽ ഇനിയും നാറും. നമുക്കറിയാം ഈ 2025-ലല്ല 2024-ലാണ് ദ്വാരപാലക ശില്പങ്ങളിൽ വീണ്ടും സ്വർണം പൊതിയാനുള്ള നീക്കം നടന്നത് എന്നും
അതിന് തിടുക്കം കൂട്ടിയത് എന്നുള്ളൊരു കണ്ടെത്തൽ ഇപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കുവാനുള്ള നാടകമായിരുന്നു അത് എന്ന് കൂടി ഹൈക്കോടതി വിമർശിക്കുന്നുമുണ്ട്. അതായത് പാളികൾ കൊണ്ടുപോയത് മിനിറ്റ്സിൽ ഇല്ല എന്ന് നിരീക്ഷിച്ച കോടതി PS പ്രശാന്തിന്റെ അധ്യക്ഷതയിലെ ബോർഡിന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചതായിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതോടെ പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കുവാനുള്ള സർക്കാർ നീക്കം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഒരു ഓർഡിനൻസ് ഒക്കെ കൊണ്ടുവരാനിരുന്നല്ലോ. അപ്പൊ പ്രശാന്ത് രാജിവെക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നുകിൽ പ്രശാന്ത് രാജിവെക്കുക, അല്ലെങ്കിൽ പ്രശാന്തിനെ രാജിവെപ്പിക്കുക. പ്രശാന്തിനെ ന്യായീകരിച്ചു കൊണ്ടുവന്ന ദേവസ്വം മന്ത്രി VN വാസവനും ഇതോടൊപ്പം വെട്ടിലാവുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വാസവനും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കൂടി പറയട്ടെ. അപ്പോൾ ഹൈക്കോടതി നിരീക്ഷണങ്ങളോടെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രശാന്തും പ്രതിയാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. മുൻ പ്രസിഡന്റ് N വാസു പ്രതിയായി കഴിഞ്ഞിരിക്കുന്നു. വാസുവിനെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനിടെ പ്രശാന്തിനെതിരായിട്ടുള്ള പരാമർശം അത് പ്രശാന്തിലേക്ക് അന്വേഷണം നീണ്ടേ മതിയാകൂ എന്നുള്ള നിഗമനത്തിലേക്ക് ഹൈക്കോടതിയെ കൊണ്ട് എത്തിച്ചിരിക്കുന്നതും ഇതേ സംശയങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെയാണ് ഇപ്പോൾ ഇതിൽ പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു തിടുക്കം കൂട്ടിയിട്ടുള്ള ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ തയ്യാറാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെ നീട്ടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഈ സ്ഥിതിയിലുണ്ടായാൽ സംശയ നിലയിൽ നിൽക്കുന്ന പ്രശാന്തിന് വീണ്ടും ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടിക്കൊടുത്താൽ അത് വലിയ രാഷ്ട്രീയ പ്രചരണ ആയുധമായിട്ട് ഇവർ പ്രതിപക്ഷം നേടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഒരു സ്പെഷ്യൽ ഓർഡിനൻസ് ഉണ്ടാക്കുന്നു, അതിനകത്തൂടെ 2 വർഷത്തെ കാലാവധി എന്നുള്ളത് 3 വർഷത്തെ കാലാവധിയാക്കി മാറ്റുന്നു. ആ 3 വർഷത്തെ കാലാവധിയിലേക്ക് ഒരു പ്രത്യേക ഓർഡിനൻസ് കൊണ്ടുവന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇനിയും 1 വർഷം കൂടി ആ കാലാവധി വരെ അദ്ദേഹത്തിന് ഭരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടുവരാനാണ് PS പ്രശാന്തിനെ ഇപ്പോൾ പിണറായി വിജയൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളിലൂടെ വന്നിട്ടും ഈ പ്രശാന്തിനെ വീണ്ടും കാലാവധി നീട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ പിണറായി സർക്കാരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോ ഇവിടെ എന്ത് തീരുമാനം, ഇതൊരു രാഷ്ട്രീയ പ്രചരണമായ ഇതായിട്ടൊക്കെ എടുക്കാൻ, കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതുകൊണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ദിവസം അങ്ങനെ ഒരു വലിയ 5-6 വാർത്ത ആയിട്ട് മാറുമെന്നല്ലാതെ വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല അവസ്ഥ. അപ്പൊ പ്രശാന്തിനെ തുടരാൻ അനുവദിക്കുക എന്നുള്ളതാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ തിരുത്തൽ വരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നാണ് ഇനി അറിയണത്. കാരണം മുഖ്യമന്ത്രി ഇപ്പോൾ തന്നെ വല്ലാത്ത വള്ളിക്കെട്ടുകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ PMC വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് എന്ന് പറഞ്ഞ് CPMകാർ തന്നെ ചെള്ളയ്ക്ക് കുത്താൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം മൗനിയായിട്ടിരിക്കുന്നത്. CPIക്കാരല്ലാതെ തന്നെ 8ന്റെ പണി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുറന്ന കത്ത് മോദിക്ക് അയച്ച് ഞങ്ങളിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയാനുള്ള സാഹചര്യത്തിലേക്ക് നിർത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടക്കില്ല എങ്കിൽ കൂടിയും അപ്പോൾ ഇവിടെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ, പ്രശാന്തിനെയും ഇനിയും പിടിച്ചു വെച്ച് മുന്നോട്ട് പോകുവാൻ പിണറായി വിജയൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അത് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വീഴ്ചയായിട്ട് മാറും. സർക്കാരിന്റെ പതനമായിരിക്കും. മാത്രമല്ല CPMന് കിട്ടാൻ പോകുന്ന വലിയൊരു തല്ല് കൂടിയായിരിക്കും. അത് പിണറായിക്ക് കിട്ടുന്ന തല്ല് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളുള്ളത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ, ഞങ്ങൾ ആരും പറയുന്നതല്ല, ഹൈക്കോടതി പറയുന്ന പരാമർശങ്ങളാണ് ഈ പ്രശാന്തിനെതിരെ ഉള്ളത് എന്നുള്ളതാണ്. നേരത്തെയും ചില നിരീക്ഷണങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശാന്തിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മാറ്റിയെടുക്കുവാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നൊക്കെ പ്രശാന്ത് പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ഇതിനിടെയാണ് ഇപ്പോൾ വ്യക്തതയുള്ള ഒരു നിരീക്ഷണം വരുന്നത്. 2024 സെപ്റ്റംബർ മാസം 3-ാം തീയതി തിരുവാഭരണം കമ്മീഷൻ സെക്രട്ടറി ദേവസ്വം സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പാളികളിൽ വലിയ കേടുപാടുകൾ സംഭവിച്ചതായും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് എന്നും നിറം മങ്ങിയിട്ടുണ്ടെന്നും പ്ലേറ്റിംഗ് ഇളകിയതായിട്ടും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ കത്ത് ലഭിച്ച ഉടൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് 2024 മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ്, നമുക്കറിയാം മണ്ഡലകാലം തുടങ്ങുന്നത് നവംബർ 15-ന് ശേഷമാണ്. അപ്പൊ അതിന് മുൻപ് എത്രയും പെട്ടെന്ന് പാളികൾ നാക്കി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു അന്ന് സ്പോൺസർ എന്ന് പറയപ്പെടുന്നത്. അന്നും 2019 അയാൾ തന്നെ 2024 2024 മണ്ഡലപൂജയ്ക്ക് നട തുറക്കുന്നതിന് മുൻപേ ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണികൾക്കായിട്ട് കൊടുത്തുവിടുവാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉത്തരവുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ ഇത്രയധികം ധൃതി കാണിച്ചിട്ടും 2024 പാളികൾ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തിയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ ധൃതി കാണിച്ച് ഇത്തരത്തിൽ പെട്ടെന്ന് ഇത്
കൊണ്ടുപോകണം, ഇതിന് നവീകരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട തരത്തിലേക്കുള്ള കെട്ടിച്ചമച്ച ഒരു വാദമായിരുന്നു എന്നുള്ളത് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. അതൊരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നുകൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ജുഡീഷ്യൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ണുകെട്ടാൻ വേണ്ടിയിട്ട് 2024 അത്തരമൊരു തിടുക്കം കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയ നടപ്പിലാക്കാൻ ശ്രമിച്ചു. അത് ദേവസ്വം ബോർഡ് കാണിച്ചതാണ്. ആ ദേവസ്വം ബോർഡ് കാണിച്ച ആ നടപടി എന്ന് പറയപ്പെടുന്നത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ 2025 സ്പെഷ്യൽ കമ്മീഷൻ അറിയാതെ പാളികൾ ഉണ്ണികൃഷ്ണൻ പെട്ടിക്ക് കൊടുത്തുവിടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. 2024 ഇത്ര ബഹളമൊക്കെ വെച്ച് അന്ന് കൊണ്ടുപോയില്ല. പക്ഷെ 2025 അത് ആരോടും പറയാതെ, അതായത് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് ഈ സാധനം ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിരിക്കുന്നത്. 2024 മുതൽ 2025 വരെ PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് നടത്തിയ നടപടികൾ അതീവ ദുരൂഹവും ഒപ്പം തന്നെ സൂക്ഷ്മമായ പരിശോധന അർഹിക്കുന്നതുമാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 2025 സെപ്റ്റംബർ 2-ന് ഈ പാളികൾ എന്ന് പറയപ്പെടുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാൻ ബോർഡ് അനുമതി നൽകിയ വിവരങ്ങൾ മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതടക്കം കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് നടത്തുന്നത്. ആ റിപ്പോർട്ടിന് പ്രകാരം തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഇടപെടലുകളിലേക്ക് എത്തുന്നതും. PS പ്രശാന്തിന് മുന്നിലുള്ളത് ഒന്നുകിൽ രാജിവെക്കുക എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ സർക്കാരിന്റെ മുമ്പിലുള്ളത് PS പ്രശാന്തിനെ രാജിവെപ്പിക്കുക എന്നുള്ളതാണ്. ഇല്ലാതെ ഇനിയും ഒരു സ്പെഷ്യൽ ഓർഡിനൻസിലൂടെ 1 വർഷം കൂടെ നീട്ടിക്കൊടുത്തുകൊണ്ട് PS പ്രശാന്തിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുത്തി, അധ്യക്ഷ സ്ഥാനത്തിരുത്തി വീണ്ടും ശബരിമലയെ കൊള്ളയടിക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് നടക്കില്ല. അത് നടത്താനിടത്ത് ജനങ്ങളും വിശ്വാസികളും സമ്മതിക്കില്ല. അതുകൊണ്ട് ഒരേ വഴിയേ ഉള്ളൂ. ഒന്നുകിൽ പ്രശാന്ത് സ്വയം രാജിവെക്കുക, ഇല്ലെങ്കിൽ സർക്കാർ ഇടപെട്ട് PS പ്രശാന്തിനെ രാജിവെപ്പിക്കുക.